തൃശൂർ വടക്കാഞ്ചേരി കോഴ ആരോപണം വ്യാജം. താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് അംഗം ജാഫർ. ഓഡിയോ സന്ദേശത്തിലെ ശബ്ദം തന്റേതു തന്നെ. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ തമാശ രീതിയിലെന്നും സിപിഐഎം പ്രവർത്തകർ ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നും ജാഫർ. ഇല്ല, ഞാൻ ഒരാളെന്നും ₹1 പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷൻ്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. ഇല്ല, ഞാൻ അവരുടെ അടുത്ത് വില പേശിയിട്ട് ഞാൻ അവരുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരെങ്കിലും വന്നിട്ട് ഇനിയിപ്പോൾ LDFന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുകയാണെങ്കിൽ ഇല്ല, ആരും കണ്ടിട്ടില്ല. ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. എന്റെ ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാരംഗ്, വളരെയധികം ഗൗരവമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CPM-നെതിരെ വലിയ ആരോപണം ഉയർത്തിയൊരു കാര്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഇത്തരത്തിലൊരു കോഴ ആരോപണം ഉണ്ടായിട്ടില്ല, തന്റെ പേരിൽ തന്നെ ആരും സമീപിച്ചിട്ടില്ല, താൻ വളരെ തമാശ രീതിയിൽ പറഞ്ഞൊരു കാര്യം ആണെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അംഗം ജാഫർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ മറ്റെന്തെല്ലാമാണ്? സിന്ധൂരി, ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ UDF-ഉം കോൺഗ്രസും ഈ ഒരു ആരോപണത്തെ, വടക്കാഞ്ചേരിയിലെ ഈ ഒരു ആരോപണത്തെ വലിയ രീതിയിൽ ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ആ ആരോപണം വളരെ നിഷ്പ്രയാസം ഇല്ലാതായി എന്നുള്ള കാര്യമാണ്. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തരത്തിലുമുള്ള ആരോപണവും ഈ വടക്കാഞ്ചേരിയിൽ ഉണ്ടായിട്ടില്ല. ഈ സന്ദേശം പുറത്തു വന്നതിന്റെ ജാഫറാണ് ഈ സന്ദേശത്തിൽ സംസാരിച്ചിരുന്നത്. ഈ ജാഫർ പറയുന്നത് പ്രധാനമായും അതൊരു സൗഹൃദ സംഭാഷണമായിരുന്നു. അത്തരത്തിൽ CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് മറ്റേതെങ്കിലും അംഗങ്ങളോ ആരും തന്നെ ഈ വാഗ്ദാനവുമായി തന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. തന്നെ ആരും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല, പണം തന്നിട്ടില്ല, അല്ലെങ്കിൽ പണം നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായും ഇത് ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായി തമാശ രീതിയിൽ താൻ ഈ മണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിലടക്കം ഈ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചതെന്നും പറയുന്നു. എന്തിനാലും സംഭവം വലിയ ഗുരുതരമായ നിലയിലേക്ക് കടക്കുകയാണ്. കാരണം 50 ലക്ഷം രൂപ ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം വാഗ്ദാനം ചെയ്തു, കൂടെ നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ 50 ലക്ഷം വാഗ്ദാനം ചെയ്തു എന്ന തരത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെ വലിയ രീതിയിൽ ഇതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓഡിയോ സന്ദേശം പോലും മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളായിരുന്നു. അതിനുശേഷമാണ് ഈ ജാഫർ തന്നെ ഈ കാര്യത്തിൽ ഒരു നേരിട്ടിടപെട്ട ഒരു വ്യക്തത വരുത്തുന്നത്. അത് താൻ അങ്ങനെ യാതൊരു വിധത്തിലും സ്വാധീനിക്കപ്പെട്ടിട്ടില്ല, ആരും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വിളിച്ചിട്ടില്ല എന്നും പറയുന്നു. ഇത് CPM ജില്ലാ കമ്മിറ്റിക്കെതിരെ ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റ് തരത്തിൽ നോക്കുകയാണെങ്കിൽ MLA-മാർക്കെതിരെ പോലും, CPM-ന്റെ ജില്ലയിലെ MLA-മാർക്കെതിരെ പോലും UDF അല്പം സമയം മുൻപ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളൊക്കെ തന്നെ പച്ചക്കള്ളമായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വടക്കാഞ്ചേരിയിൽ UDF-ഉം അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗും തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ, സീറ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വൈരാഗ്യത്തിന്റെ പുറത്താകണം ഇത്തരത്തിലൊരു ഓഡിയോ പുറത്തുവിടുന്നതും അത് മുതലാക്കി അത് CPM-നെതിരെ തിരിച്ചുവിട്ടതും അത്തരത്തിലൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ സാരംഗ്, ഈ CPM-നെതിരെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണം നടത്തുവാൻ യാതൊരുവിധ മടിയുമില്ലാത്തവരായി കോൺഗ്രസും മുസ്ലിം ലീഗും മാറുകയാണ്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ CPM വളരെ കൃത്യമായ രീതിയിൽ ഈ ആരോപണത്തെ, ഈ കോഴ ആരോപണത്തെ തെളിയിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ പരസ്യമായി വെല്ലുവിളിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ നമ്മളത് കണ്ടതാണ്. CPM ജില്ലാ സെക്രട്ടറിയാണ് KV അബ്ദുൽ ഖാദർ ആ പരസ്യ വെല്ലുവിളി നടത്തിയത്. അതിന്റെ തൊട്ടുപിറകെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു കോഴ ആരോപണത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സിന്ധൂരി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, അങ്ങനെ കോൺഗ്രസുമായോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള വർഗീയ കക്ഷികളായോ യാതൊരു തരത്തിലുള്ള
സഖ്യം ചേരാനും CPM എവിടെയും പോയിട്ടില്ല. അത് ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും പോയിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ ജില്ലയിൽ UDF-ഉമായും BJP-യുമായും അതുപോലെ തന്നെ SDPI-യുമായി സഖ്യം ചേർന്നുകൊണ്ട് അധികാരത്തിലെത്തിയ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരുന്നു. ഇത് മറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേവലം ആരോപണം മാത്രമാണ് ഇതെന്നും, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു KV അബ്ദുൽ ഖാദർ. അതായത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു CPIM അംഗമോ അല്ലെങ്കിൽ പ്രവർത്തകനോ, ജില്ലയിലെ അംഗമോ പ്രവർത്തകനോ ഈ ജാഫറിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോണിലോ അല്ലാതെയോ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നായിരുന്നു KV അബ്ദുൽ ഖാദർ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ജാഫർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. തന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല, താൻ ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത് കേവലം ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു. അതുമാത്രമല്ല, താൻ പറഞ്ഞത് തമാശയാണെന്ന് വീണ്ടും തിരിച്ചറിയിക്കുന്നതിന് വേണ്ടി ഈ മണ്ഡലം പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചിരുന്നു. അതായത് താൻ പറഞ്ഞതൊക്കെ, അതായത് ഈ കോഴ ആരോപണം പോലും വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് പറയാൻ വേണ്ടി വീണ്ടും വിളിച്ചപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റ് ഫോൺ എടുത്തില്ലെന്നും അതിനുശേഷം ആദ്യത്തെ ഈ പ്രചരണങ്ങൾ ആദ്യത്തെ ഈ ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്തിനേലും കോൺഗ്രസ് ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വലിയ ആരോപണം നിലം പതിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സിന്ധൂരി.